ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടിയും ശർക്കരയും ഒക്കെ വെച്ച് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള ചായപാത്രത്തിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതും കൂടെ. നമുക്ക് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ അടുപ്പത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 1 കപ്പ് ഇത് 200 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഇടിച്ചിട്ടുണ്ടായിരുന്നു ശർക്കര. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാവല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം ആ ഒരു ഇടിച്ചിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഏത് കപ്പിലാണോ ശർക്കര അളന്നിട്ടുള്ളത് ആ കപ്പിൽ തന്നെ അതേ അളവിൽ 1 കപ്പോളം വരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഈ ഒരു ശർക്കര നന്നായിട്ട് ഉരുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ കല്ലും ചെറുതായിട്ട് കരടൊക്കെ ഉണ്ടാവും, കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അരിപ്പയിൽ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ശർക്കരപ്പാനി ഉപയോഗിക്കാൻ. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേ റെസിപ്പി തന്നെ ഈ ഒരു മൈദപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്, 1.25 കപ്പ്. പിന്നെ ചേർക്കുന്നത് 2 നുള്ള് ഉപ്പ്, സാധാരണ ഉപ്പ് തന്നെ. ഇപ്പം ചിലവരൊക്കെ ചോദിക്കാറുണ്ട് പിങ്ക് സോൾട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉപ്പൊക്കെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ ചേർക്കാം, പക്ഷേ ബേക്കിംഗ് സോഡയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. ഇനി ഇത് രണ്ടും ചേർക്കാം, അതായത് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കാം, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഇത് രണ്ടും ചേർത്താലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഒരെണ്ണം ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലെ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിക്ക് തവിടൊക്കെ ഇച്ചിരി കൂടുതലുള്ളതായതുകൊണ്ട് കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു തവിടൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ അല്പം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇച്ചിരി ടൈറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ കൊടുക്കുക. പിന്നെ ഇത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല കേട്ടോ എല്ലാവർക്കും ഈ ശർക്കരപ്പാനി, കാരണം ചിലവർക്ക് അത് നമ്മൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച്, ഗോതമ്പ് പൊടിയൊക്കെ അനുസരിച്ച് അതിനൊക്കെ മാറ്റം വരും. പിന്നെ ചിലവർക്ക് ഇനിയിപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവൻ ഒഴിച്ചിട്ടും അത് ആ കറക്റ്റ് ഒരു പരുവത്തിന് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. സാധാരണ എന്നാ പറയുക, തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള വെള്ളമോ ചൂടുവെള്ളം ഒഴിക്കാതിരുന്നാൽ മതി, അല്ലാത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇനി ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്പാച്ചുല വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് മിക്സി ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറിനകത്താണെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിന്ന് ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഓയിലാണ്. ഓയിൽ ചേർക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർക്കുക, ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക. കാരണം വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് രുചി കാണത്തില്ല. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതൊരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം നെയ്യാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും നമ്മുടെ കേക്ക്. ഇനിയിപ്പം നിങ്ങൾക്കത് വേണ്ട, ഇപ്പം ആവിയിലൊക്കെയാണ് നിങ്ങളിത് വേവിച്ചെടുക്കുന്നത്. നമുക്ക് കേക്ക് 2 തരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ആവിയിൽ വേവിക്കാം, അല്ലാതെ നമുക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ ബേക്ക് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഓയിൽ കൂടുതൽ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല, ഓയിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. പിന്നെ ഞാനിന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഒരു ചായപാത്രത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം, സ്റ്റീൽ പാത്രമോ എന്താണെങ്കിലും കുഴപ്പമില്ല, കേക്കിൻ്റെ ടിന്നൊക്കെ ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ഏത് പാത്രമാണോ എടുത്തിരിക്കുന്നത് ആ പാത്രത്തിൽ അല്പം നെയ്യോ എണ്ണയോ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ല തടവി കൊടുക്കണം. അത് പെട്ടെന്ന് നമ്മുടെ കേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതുപോലെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്.
അതുപോലെ ഞാൻ ഇച്ചിരി കൂടെ എളുപ്പമാക്കി വരാൻ വേണ്ടി, അതായത് അടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പറൊക്കെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കും ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ വീട്ടിലൊരു സാധാരണ ഒരു പ്രിൻ്റർ A4 ഷീറ്റ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അല്പം വെളിച്ചെണ്ണയും, വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇനിതാ ഞാൻ ഈ ഒരു ബാറ്റർ നമ്മുടെ ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ തട്ടിക്കൊടുക്കണം. തട്ടിക്കൊടുക്കുമ്പോൾ ഇങ്ങനെ വെറുതെ അങ്ങ് തട്ടിക്കൊടുത്താൽ പോരാട്ടോ, ഇച്ചിരി ബലം കൊടുത്തിട്ട് തന്നെ തട്ടിക്കൊടുത്തോളൂ. കാരണം ഇതിനകത്ത് ലെയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. പിന്നെ ഞാൻ ഇച്ചിരി ഇതൊക്കെ തികച്ച ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ കശുവണ്ടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്കിത് കാണുമ്പോൾ ആ ഒരു കശുവണ്ടിയൊക്കെ ഇങ്ങനെ കേക്കിൻ്റെ പുറത്തിരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കഴിക്കാനും. അപ്പോൾ അതിന് വേണ്ടി മാത്രം അത് വെച്ച് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഞാൻ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് എത്രമാത്രം ചൂടാണെന്നുള്ളത് കാണിക്കാം. കണ്ടോ, ഞാൻ അല്പം വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മുടെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് നമുക്കൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ വെക്കുന്ന മൂടിക ഇതുപോലെ ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ മൂടികയ്ക്കൊക്കെ ചെറുതായിട്ട് ഇതുപോലത്തെ ഒരു ഓട്ട കാണുമല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ മൂടികയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടി ഇതുപോലെ ആ ഒരു ഹോള് ഫില്ല് ചെയ്യുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് ആ ഒരു ഓവൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടെ എക്സ്ട്രാ വെച്ചപ്പോഴാണ് കറക്റ്റായി വന്നത്. അപ്പോൾ മൊത്തം 25 മിനിറ്റാണ് നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത സമയം. അപ്പോൾ അതിനിടയ്ക്ക് ലാസ്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞ് അവസാനത്തെ ഒരു 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാനതൊന്ന് കുത്തി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു കൗണ്ടർ ടോപ്പിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇതാ നമ്മുടെ പെർഫെക്റ്റ് കേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പ്രത്യേകിച്ച് കേക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഒരു ധൈര്യം ഇല്ലാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന, അതും നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു വേണ്ടി ഓവൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നിൻ്റെ ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. ഇതുപോലത്തെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുമല്ല ഇതൊരു ഹെൽത്തിയും കൂടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി കേക്കാണ്. മാത്രമല്ല ഇതിനകത്ത് ഓയിലിന് പകരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ ഹെൽത്തി ആവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിയൊക്കെ നോക്കിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എണ്ണയുടെ കുറവുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ഒരു ക്രാക്ക് പോലെ വന്നിട്ടുള്ളത്. അപ്പോൾ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ 4 എന്നുള്ളത് 5 6 ആക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അത്രയും അങ്ങ് എണ്ണ ഒഴിച്ച് അതിങ്ങനെ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.